എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ഒരു ഒഡീഷ സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പാൽപ്പായസം തന്നെയാണ്, പക്ഷെ ഇവിടെ വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഈ പായസം. ഇതാ കണ്ടോളൂ. അപ്പോൾ നമുക്ക് പായസം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഒരു ബൗൾ നല്ല പച്ചരി എടുക്കുക. ഗന്ധോശാലയാണെങ്കിൽ അത്രയും നല്ലത്. 2.5 ലിറ്റർ പാല് ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട്, നമുക്ക് പാലാണ് അധികം വേണ്ടത്, അരി കുറവ് മതി. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അരി കഴുകിയിടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. പാലൊക്കെ വെന്ത് വറ്റി കുറുകി വരണം. അരി നന്നായിട്ട് വെന്ത് അലിയണം അതിൽ. ഇനി നമുക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് വെന്ത് അലിയണം പാലിൽ. പാലൊക്കെ കുറുകി വരും. എന്നിട്ടാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. ഒരു ബൗൾ അരിക്ക് 1 ബൗൾ പഞ്ചസാര തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കറക്റ്റ് മധുരമാണ്. മധുരം കൂടുമൊന്നുമില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം വെച്ച് നോക്കിയതാണ്. പാല് നമ്മൾ കൂടുതൽ എടുക്കുന്നത് കാരണം മധുരമൊക്കെ കറക്റ്റായിരിക്കും. നന്നായിട്ട് കുറുകുന്നുണ്ട് പാല്. നന്നായിട്ട് അരിയൊക്കെ വെന്തിട്ടുണ്ട്. പായസം ഏകദേശം ആയി. ഇനി നമുക്കിതിന് പിങ്കിഷ് കളർ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അതിന് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പുകഞ്ഞ് പോവരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ അത് മെൽറ്റായി നന്നായിട്ട് കളറ് വരും. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞ് പുകയും കയ്പ്പ് നിറമായി പോകും. അതുകൊണ്ട് നോക്കി സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് ഇങ്ങനെ പൊന്തി പതഞ്ഞ് വരുമ്പോൾ അത് കളറാവും. നല്ല അടിപൊളി കളറ് വന്നിട്ടുണ്ട്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അധികം പിങ്ക് കളർ ആക്കുന്നില്ല, അതിന് കുറച്ചും കൂടി കറുത്ത പോലെയാണ്, എന്നാലും പിങ്ക് കളറാവും. നമുക്ക് കറക്റ്റ് പാകമാണ്. പായസമൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ തന്നെ ഒരു കളറ് വരും. പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. തിളച്ചോട്ടെ. നമുക്ക് നട്ട്സ് വറുത്ത് കോരിയിടാം. പാൻ ചൂടായി 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതൊന്നായി കഴിഞ്ഞാൽ മുന്തിരി നമുക്ക് കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. മണലൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ്. അത് കഴുകി പിഴിഞ്ഞിടുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ വന്നാൽ മതി, അധികം കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസം റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, കുറച്ചൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഈ പായസത്തിന് അത് ഉപ്പ് കറക്റ്റാണ്. പായസം റെഡിയാണ്. ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി പാൽപ്പായസം റെഡിയാണ്. എൻ്റെ ഫ്രണ്ട് ആരതിയാണ്. അപ്പോൾ ഓണത്തിന് ഞാൻ വിളിച്ചതാണ്. ഒഡീഷയിൽ ഓണം ഇല്ല എങ്കിലും ഇവിടുത്തെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആരതി വന്നിട്ടുണ്ട്. അപ്പോൾ ആരതിയാണ് നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആരതി പറയും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. ആരതിക്ക് ടേസ്റ്റ് ചെയ്യുന്നത് സൂപ്പർ ടേസ്റ്റി പായസം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. കൊറോണ പ്രോബ്ലംസ് ആയതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ ആയിട്ട് ഒതുങ്ങിപ്പോയത്. തീർച്ചയായും ഇൻട്രോയിൽ പറഞ്ഞതുപോലുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ ഉടനെ തന്നെ വിടുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഒരു ഒഡീഷ മാരേജ് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ ഓണാഘോഷത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഹാപ്പി ഓണം ടു